നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കോഴിക്കോട് ജില്ലാ ക്ഷീര കർഷക സംഗമത്തിന് ആവളയിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് അംഗം CM ബാബു കന്നുകാലി പ്രദർശനവും ഡയറി എക്സ്പോ ഉദ്ഘാടനം ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NT ഷിജിത്തും സഹകരണ ശില്പശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NP ബാബുവും നിർവഹിച്ചു. 2023-24 വർഷ കോഴിക്കോട് ജില്ലാ ക്ഷീര കർഷക സംഗമം ആവളമഠത്തിൽ മുക്കിൽ ആരംഭിച്ചു. 4-5 തീയതികളിലാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ക്ഷീരവികസന വകുപ്പും ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്ത്, മിൽമ, കേരള ഫീഡ്സ്, ജില്ലയിലെ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയാണ് ക്ഷീര കർഷക സംഗമം നടത്തുന്നത്. സംഗമത്തിന്റെ ഭാഗമായി കന്നുകാലി പ്രദർശനം, ഡയറി എക്സ്പോ, സഹകരണ ശില്പശാല, വ്യക്തിത്വ വികസന ക്ലാസ്, ക്ഷീര കർഷക സെമിനാർ, ഡയറി ക്വിസ്, കലാസന്ധ്യ, നാട്ടിലെ ശാസ്ത്രജ്ഞൻ, ക്ഷീര കർഷകരെ ആദരിക്കൽ, സമ്മാനദാനം എന്നിവയും 2 ദിവസങ്ങളിലായി നടക്കും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CM ബാബു കന്നുകാലി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ വലിയ ഘോഷയാത്രയോടുകൂടി വൈകിട്ട് നടന്ന ഘോഷയാത്രയ്ക്ക് ശേഷം ഇന്നും നാളെയായിട്ട് വ്യത്യസ്തമായ ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ പരിപാടികളാണ് നടക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ പരിപാടിയുടെ വലിയ പ്രാധാന്യം മനസ്സിലാകുന്നത്. ജില്ലക്കകത്ത് മുഴുവൻ ക്ഷീര കർഷകരും പ്രദർശന പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ടതാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഏതാണ്ട് 10-15% കർഷകരെ ഇപ്പോൾ പ്രദർശന പരിപാടി പങ്കെടുപ്പിച്ചിട്ടുള്ളൂ. ഏതായാലും ഈ തുടക്കം ആദ്യത്തെ അന്ന് 4-ാം തീയതിയുള്ള പരിപാടി വളരെ ആവേശകരമായ പരിപാടിയാണ്. ഇന്നും നാളെയുമായിട്ട് വ്യത്യസ്തമായ പരിപാടികൾ നടക്കുകയാണ്. ഏതാണ്ട് പാലുൽപാദിപ്പിക്കുന്ന ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏതാണ്ട് ഒരു 10-15 വർഷം, 18-20 വർഷത്തിന് മുമ്പേ ഞാനിങ്ങനെ ഓർക്കുകയാണ്. 10-15 വർഷം മുമ്പ് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ പ്രദേശത്തൊരു പയറ്റ് നടക്കുകയാണ്. പാല് വേണമെങ്കിൽ ഒരാഴ്ച മുന്നേ ബുക്ക് ചെയ്യണം. ഇല്ലേ? ഒരാഴ്ച മുന്നേ ബുക്ക് ചെയ്തപ്പോൾ ആദ്യം അഡ്വാൻസ് കൊടുക്കണം. അഡ്വാൻസ് കൊടുത്തിട്ട് ബുക്ക് ചെയ്യണം. ഇന്നത്തെ പോലെ പാക്കറ്റിലല്ല പാല് കിട്ടുക, അല്ലേ? പാക്കറ്റിലല്ല, അളന്ന് വാങ്ങുക. ബക്കറ്റ് കൊണ്ടുപോവുക, എന്നിട്ട് അളന്ന് വാങ്ങുക. അന്നൊരു 10% നമ്മുടെ കോഴിക്കോട്, അല്ലെങ്കിൽ ഉദാഹരണത്തിന് നമ്മുടെ കോഴിക്കോട് ജില്ലക്ക് വേണ്ടുന്നതിന്റെ 10% പാല് ജില്ലക്കകത്ത് ഉത്പാദിപ്പിക്കാൻ വേണ്ടി കഴിയും. എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പരിചയമൊന്നുമില്ല. ഞാൻ ഓഫീസറോട് ചോദിച്ചാൽ ഓഫീസർ പറഞ്ഞു നേരെ തിരിച്ച് 10% കുറവേ ഇപ്പോഴുള്ളൂ. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NR രാഘവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. K സജീവൻ മാസ്റ്റർ, കുഞ്ഞികൃഷ്ണൻ നായർ, യൂസഫ് കളരിക്കൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചെറുവേട്ട് കുഞ്ഞമ്മദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ശ്രീജിത്ത് CP നന്ദി പറഞ്ഞു. ഡയറി എക്സ്പോ ഉദ്ഘാടനം ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NT ഷിജിത്ത് നിർവഹിച്ചു. ചെറിയ ലാഭവിഹിതമൊക്കെ കിട്ടുന്നൊരു മേഖലയാണ് ഈ കന്നുകാലി വളർത്തൽ. കന്നുകാലി വളർത്തലിപ്പോൾ അതിൻ്റെ വൈവിധ്യമുണ്ട്. ഒരുപാട് നല്ല മൂല്യം വന്നിരിക്കുന്നപ്പോൾ നമ്മുടെ ക്ഷീര കർഷകർ ആകെ ഒരു പാല് ഉത്പാദിപ്പിക്കുക, അതിന് കൊണ്ടുപോയി സൊസൈറ്റിയിൽ കൊടുക്കുക എന്ന രീതിയിൽ മാത്രമായി മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ അവിടെ വൈവിധ്യം, പാലിൽ തന്നെയുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ സ്വയം പര്യാപ്തമായിട്ടുള്ള സംരംഭങ്ങളൊക്കെ ഈ മേഖലയിൽ വളർന്നതിനാൽ മാത്രമേ ഇതിൻ്റെ ക്ഷീര കർഷകർക്ക് വേണ്ട രീതിയിലുള്ള ജീവിതം മുന്നോട്ട് പോയാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം എക്സ്പോർട്ട് നടത്തുമ്പോൾ കർഷകർക്ക് ഏറ്റവും ഗുണപ്രദമായി അവർക്കുള്ള പിന്നെ കന്നുകാലികളുടെ ഇൻഷുറൻസ്, അതുപോലെ തന്നെ കറവയന്ത്രങ്ങൾ, നൂതനമായ സാങ്കേതിക വിദ്യകൾ പരിപാലിച്ചുകൊണ്ടുള്ള ഒരുപാട് സ്റ്റാളുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം ഇവിടെയുള്ള അവരെ സംബന്ധിച്ച് നമ്മുടെ ചെറുവണ്ണൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ക്ഷീര കർഷകർക്ക് ഇത് വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വരുന്ന ആളുകളിൽ ഇതിൻ്റെ കർഷകർക്ക് ഏറ്റവും നല്ല പ്രയോജനപ്രദമായി മാറുന്നതിന് യാതൊരു തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് നാളെ നമുക്ക് ഈ പരിപാടി മന്ത്രി ജിജുവാണ് ഇവിടെ പങ്കെടുക്കുന്ന. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോനിഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സഹകരണ ശില്പശാല ബ്ലോക്ക് പ്രസിഡന്റ് NP ബാബു നിർവഹിച്ചു. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നും വിവിധ മേഖലകളിൽ
കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണെന്ന് നമുക്ക് എല്ലാവർക്കും പറയാം. നമുക്കാവശ്യമായ ഭക്ഷ്യ വസ്തുക്കൾ, അത് ഭക്ഷ്യധാന്യങ്ങളാവട്ടെ, പാലും മുട്ടയും മാംസവും പച്ചക്കറിയും എല്ലാം ആവട്ടെ, നമ്മളിന്ന് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുക. ഈ ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നത് കേരളത്തിലേക്ക് ആവശ്യമായ പാൽ കേരളത്തിനകത്ത് തന്നെ ഉത്പാദിപ്പിക്കണം എന്നുള്ളതാണ്. അത് വലിയ തോതിൽ മുന്നോട്ട് പോകാൻ ഇന്ന് കേരളത്തിൽ കഴിയുന്നുണ്ട്. ക്ഷീരകർഷകരെ സഹായിക്കുന്ന വിധത്തിലുള്ള നിരവധിയായ പദ്ധതികൾ കേരളത്തിൽ ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ്. ജില്ലാ ക്ഷീരകർഷക സംഗമം വെള്ളിയാഴ്ച രാവിലെ 12 മണിക്ക് ക്ഷീരമൃഗസംരക്ഷണ മന്ത്രി ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. MLA TP രാമകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. സ്കൂളിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു കന്നുകാലി പ്രദർശന മേള കാണുന്നത്. ഇവിടെ ഇത്രയും പശുക്കളുണ്ട്. ഞാൻ ഇതുവരെ ഇത്രയും പശുവിനെ കണ്ടിട്ടില്ല. ഇവിടെ കൊമ്പില്ലാത്ത പശു, കൊമ്പുള്ള പശു, അതുപോലെ കുറേ ഉണ്ട്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു കന്നുകാലി പ്രദർശന മേളയിൽ വന്നത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.